മീഡിയം വോട്ടേഴ്സ് തിയറം. സോ നമ്മുടെ വോട്ടിങ് സിംഗിൾ പീപ്പിളുടെ ആണ് എങ്കിൽ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രിഗേഷൻ ഓഫ് പ്രിഫറൻസസ് ഓഫ് ഇൻഡിവിജ്വൽ വോട്ടേഴ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് മെജോറിറ്റി വോട്ടിങ്ങിൽ നമ്മൾ പഠിച്ചത്. അപ്പം മെജോറിറ്റി വോട്ടിങ്ങിൽ ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനകത്ത് മിഡിൽ ആയിട്ടുള്ള ആളിനെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ആ ആളുടെ വോട്ടിംഗ് പ്രിഫറൻസുകൾ യൂസ് ചെയ്യുന്ന ഒരു വോട്ടിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ മീഡിയം വോട്ടർ തിയറം എന്ന് പറയുന്നത്. സോ the medium voter theorem states that the majority voting will yield the outcome preferred by the medium voter who prefers a single vote. Majority votingil കാണിക്കുന്നത് തന്നെയായിരിക്കും മീഡിയം വോട്ടേഴ്സിലും കാണിക്കുന്നത്. അപ്പം മിഡിൽ ആയിട്ടുള്ള സെറ്റ് ഓഫ് വോട്ടേഴ്സിൽ മിഡിൽ ആയിട്ടുള്ള ആളെ എടുക്കുക. അതായത് ലെഫ്റ്റിലും റൈറ്റിലോട്ടും പ്രിഫർ ചെയ്യുന്നവരും പ്രിഫർ ചെയ്യാത്തവരും പബ്ലിക് ഗുഡിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രിഫർ ചെയ്യുന്നതും പ്രിഫർ ചെയ്യാത്തവരും ഉണ്ട്. അപ്പോൾ സിംഗിൾ പീക്ഡ് ആണ് എങ്കിൽ നമ്മളാണെങ്കിൽ നമുക്ക് സിംഗിൾ പീക്ഡ് ആണെങ്കിൽ മീഡിയം വോട്ടറിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഡബിൾ പീക്ഡ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്കം കൺസിസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. പക്ഷേ ഈ മിഡിൽ വോട്ടർ തിയറത്തിൻ്റെ അല്ലെങ്കിൽ മിഡിൽ വോട്ടർ ഔട്ട്കമ്മിൻ്റെ പോസിബിൾ ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്നത് ഒന്ന്, ശരിയാണ്, മീഡിയം വോട്ടർ ഔട്ട്കം മെജോറിറ്റി വോട്ടിംഗ് സിസ്റ്റത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ കൺവീനിയൻ്റ് ആണ്. പക്ഷേ എഫിഷ്യൻസി വളരെ കുറവാണ്, സോഷ്യൽ എഫിഷ്യൻസി വളരെ കുറവാണ്. സോ ഗവൺമെൻറ് ആണെങ്കിൽ ഒരാളെ ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ സോഷ്യൽ പ്രിഫറൻസ് എന്ന് ഒരാളെ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ സോഷ്യൽ എഫിഷ്യൻസി കുറവാണ്. വാട്ട് ഈസ് സോഷ്യൽ എഫിഷ്യൻസി? സോ നമ്മുടെ സോഷ്യൽ മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു സോഷ്യൽ മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറയാം, SMC എന്ന് പറയുന്നതാണ് എന്ത് നമ്മുടെ സോഷ്യൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് സോഷ്യൽ മാർജിനൽ കോസ്റ്റ്? അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ മാർജിനൽ കോസ്റ്റിനെ നമ്മൾ ആഗ്രിഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ അതായത് ഇൻഡിവിജ്വൽ പേഴ്സണൽ മാർജിനൽ ബെനിഫിറ്റിന് അല്ലെങ്കിൽ പ്രൈവറ്റ് മാർജിനൽ ബെനിഫിറ്റിൻ്റെ ആഗ്രിഗേഷനെയാണ് നമ്മൾ സോഷ്യൽ മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും, അത് ആഗ്രിഗേഷൻ ഓഫ് പ്രൈവറ്റ് മാർജിനൽ ബെനിഫിറ്റും ആഗ്രിഗേഷൻ ഓഫ് പ്രൈവറ്റ് മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് നമ്മൾ സോഷ്യൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മീഡിയം ആയിട്ടുള്ള ആളിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരിക്കലും നടക്കില്ല. അതുപോലെ തന്നെ ഇത് ഇൻറ്റൻസിറ്റി ഓഫ് പ്രിഫറൻസിനെ പ്രോപ്പറായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ്. വാട്ട് ഈസ് ഇൻറ്റൻസിറ്റി ഓഫ് പ്രിഫറൻസ്? എത്രമാത്രം നമുക്ക് പ്രിഫറൻസിനോട് നമ്മളിവിടെ റാങ്കിങ്ങാണ് ചെയ്യുന്നത്, ഏതിനാണ് കൂടുതലുള്ളത്, ഏതിനാണ് കുറവുള്ളത്, ഏതിനാണ് നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ അല്ലാണ്ട് ഫസ്റ്റിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മീഡിയം വോട്ടർ തിയറത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അതായത് 1001 വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ യെസ് ഓർ നോ ആണ് ഫോർ എ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി, ടാക്സ് 50 രൂപയാണ് എങ്കിൽ 500 വോട്ടേഴ്സ് ചിലപ്പോൾ 100 രൂപ ടാക്സ് തരാൻ തയ്യാറായിരിക്കും. പക്ഷേ 501 ടാക്സ് തരാൻ തയ്യാറല്ല. അപ്പം മീഡിയം പേഴ്സൺ ആയിട്ടുള്ള ആ മിഡിൽ വന്ന ആൾ ടാക്സ് തരാൻ തയ്യാറല്ല. ദാറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ഒരു തരത്തിലും നടക്കാൻ പോകുന്നില്ല. സോ ദിസ് ഈസ് എ പ്രോബ്ലം വിത്ത് മീഡിയം വോട്ടേഴ്സ് തിയറി. താങ്ക് യു സോ മച്ച്.